ഒരു കാര്യം ഞാൻ പറയാം. ഒരു ലിമിറ്റിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, അതെനിക്കറിയാം. അത് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. വ്യതിയാനം അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെൻ്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. കേരള ജനത UDFനെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിച്ച 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭരണമുന്നണിയായ UDF 102 സീറ്റുകളുമായി അധികാരം കൈയാളുമ്പോൾ 10 വർഷക്കാലം കേരളം തുടർച്ചയായി ഭരിച്ച LDF 35 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ചരിത്രത്തിലാദ്യമായി BJP കേരള നിയമസഭയിൽ 3 അംഗങ്ങളെ നേടിയെടുത്ത തെരഞ്ഞെടുപ്പ് കൂടിയാണ് 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ഇന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ളത് 10 വർഷക്കാലവും കേരളത്തെ ഒരു ഏകാധിപതിയെപ്പോലെ അടക്കി ഭരിച്ച പിണറായി വിജയനാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതൃ കസേരയിലിരിക്കുക അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ജനാധിപത്യ ബോധമില്ലാതെ, ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെ, നിയമസഭയ്ക്കുള്ളിൽ പോലും നിഷ്പക്ഷത പാലിക്കാതെ ഒരു ഏകാധിപതിയെപ്പോലെയാണ് കഴിഞ്ഞ 10 വർഷക്കാലവും പിണറായി കേരളം ഭരിച്ചിരുന്നത്. അതിനാൽ തന്നെ അധികാരം നഷ്ടപ്പെട്ട് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്നതിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് വരെ അതിരൂക്ഷമായ പ്രതികരണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത്. എന്നാൽ തൻ്റെ തനതു ശൈലി വിടാതെ സ്പീക്കറെ കൊച്ചാക്കുവാനും UDFനെ അപഹസിക്കുവാനുമുള്ള ശ്രമങ്ങളും ആദ്യ നിയമസഭാ സമ്മേളനത്തിൻ്റെ കാലത്ത് തന്നെ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് കാണുവാൻ കഴിഞ്ഞു. 10 വർഷക്കാലം പിണറായിയുടെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് തുള്ളുന്ന സ്പീക്കർമാരെയാണ് നിയമസഭയെ നിയന്ത്രിക്കുവാനായി അദ്ദേഹം നിയോഗിച്ചിരുന്നത്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് P. രാമകൃഷ്ണനായിരുന്നുവെങ്കിൽ 2ാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലത്ത് ഇത് MP രാജേഷ് ആയിരുന്നു. പിന്നീട് MP രാജേഷ് മന്ത്രിയായതോടുകൂടി ഈ പദവിയിലേക്ക് എത്തിയത് AM ഷംസീറാണ്. അങ്ങനെ താൻ ആളിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ അതുപോലെ തുള്ളിക്കളിച്ചിരുന്ന കൊച്ചുരാമന്മാരുടെ സ്ഥാനത്ത് UDF അധികാരത്തിലേക്ക് എത്തിയപ്പോൾ സ്പീക്കർ പദവി അലങ്കരിക്കുന്നത് അവരുടെ ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള നേതാവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്പീക്കർ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു. പാർലമെന്ററി നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയുടെ സഭാനാഥനായി എത്തുമ്പോൾ, സ്പീക്കർ പദവിയിലേക്ക് എത്തുമ്പോൾ അത് ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുവാനും പക്ഷപാതരഹിതമായി നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് സഭയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാനുമുള്ള UDF അജണ്ടയുടെ പ്രഖ്യാപനം കൂടിയായി മാറുകയാണ്. ഇത്തരത്തിലുള്ള മികച്ച പാർലമെന്റേറിയനായിട്ടുള്ള ഈ സഭയിലെ തന്നെ ഏറ്റവും സീനിയർ അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇളിഭ്യനാക്കുവാനും പരിഹാസ്യനാക്കുവാനുമുള്ള പിണറായിയുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയേറ്റ ദിവസമായിരുന്നു ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം വിലക്കയറ്റത്തിനെതിരെ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നിരുന്നു. സാധാരണ നടപടിക്രമങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നതോടെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള വാക്കൗട്ട് പ്രസംഗങ്ങളായിരുന്നു നടക്കേണ്ടത്. എന്നാൽ വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ ഭാഗമായി CPMൻ്റെ പ്രതിനിധികൾ സംസാരിച്ചതിന് ശേഷം, CPIയുടെ പ്രതിനിധികൾ സംസാരിച്ചതിന് ശേഷം RJDയുടെ നേതാവായിട്ടുള്ള LDFലെ നിയമസഭയിൽ അംഗബലമുള്ള 3ാമത്തെ കക്ഷിയുടെ നേതാവായിട്ടുള്ള പ്രവീണായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ചട്ടങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തതിനാൽ കേരള നിയമസഭയിലെ കന്നിക്കാരനായിട്ടുള്ള ചാത്തന്നൂർ MLAയും BJP പാർലമെന്ററി പാർട്ടി ലീഡറുമായിട്ടുള്ള BB ഗോപകുമാർ ആ ക്രമം ലംഘിച്ചുകൊണ്ട് പ്രസംഗിക്കുവാൻ എഴുന്നേൽക്കുകയും അദ്ദേഹത്തെ പ്രസംഗം തുടരുവാൻ സ്പീക്കർ അനുവദിക്കുകയും ചെയ്തു. നിയമസഭയിലെ കന്നിക്കാരൻ എന്ന നിലയിലുള്ള ഒരു ഇളവാണ് സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ BB ഗോപകുമാറിന് നൽകിയത്. എന്നാൽ ഇത് തീർത്തും പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഗോപകുമാർ പ്രസംഗം പൂർത്തിയാക്കിയതിന് ശേഷം പ്രവീണിനെ പ്രസംഗിപ്പിക്കുവാൻ വിളിച്ചപ്പോൾ തന്നെ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇത്തരമൊരു വിട്ടുവീഴ്ചയെക്കുറിച്ച് തിരുവഞ്ചൂർ വ്യക്തമാക്കിയിരുന്നു. നിയമസഭയിലെ കന്നിക്കാരനായതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കന്നി പ്രസംഗത്തിൽ ഇടപെട്ട് തടസ്സപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്തതിനാലാണ് ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കുവാൻ അനുമതി നൽകിയത് എന്ന നിലപാടാണ് തിരുവഞ്ചൂർ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ഒരു വിശദീകരണം
വിശദീകരണം ഉൾക്കൊള്ളുവാൻ കഴിയാതെ പിണറായി വിജയൻ പ്രവീണിന് മുൻപായി സംസാരിക്കാൻ എണീക്കുകയും സ്പീക്കർ ചെയ്തത് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ തലക്കനവും ഗർവും തിരികെ പിടിക്കുന്ന ശൈലിയിൽ തലയെടുപ്പോടുകൂടി എഴുന്നേറ്റ് നിന്ന് സ്പീക്കറെ പരിഹസിക്കുവാൻ ശ്രമിച്ച പിണറായിക്ക് പക്ഷേ തിരുവഞ്ചൂരിൽ നിന്ന് കണക്കിന് കിട്ടുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ചട്ടങ്ങൾ തനിക്ക് അറിവുള്ളതാണെന്നും താൻ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവിനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി താൻ ഒരു കന്നിക്കാരൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്തതിനാലാണ് ചട്ടങ്ങളിൽ ഒരു ഇളവ് അനുവദിച്ചത് എന്നും ആവർത്തിച്ച് വ്യക്തമാക്കി. എന്നാൽ ഇതുകൊണ്ടൊന്നും ശാന്തനാവാതിരുന്ന പിണറായി വിജയന് നേരെ നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിൽ പോവേണ്ടതുണ്ടോ എന്ന് സ്പീക്കർ ചോദിക്കുകയും ഇത് തൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്ന ശൈലിയുള്ള പെരുമാറ്റമാണെന്ന് തിരുവഞ്ചൂർ പറയുകയും ചെയ്തതോടുകൂടി പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇളിഭ്യനായി മറ്റു മാർഗമില്ലാതെ കസേരയിൽ ഇരിക്കേണ്ടി വരികയാണ് ഉണ്ടായത്. അതിനുശേഷം പ്രവീണിനോട് ഇത് താങ്കൾക്ക് പ്രസംഗിക്കുവാനുള്ള അവസരമാണെന്നും കഴിയുമെങ്കിൽ പ്രസംഗം ചുരുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തൻ്റെ പക്ഷപാതരഹിതമായിട്ടുള്ള നിലപാടുകൾ തിരുവഞ്ചൂർ ഉയർത്തിപ്പിടിക്കുകയും ഉന്നതമായ ജനാധിപത്യ മൂല്യം സംരക്ഷിച്ചുകൊണ്ട് സ്പീക്കർ കസേരയുടെ അന്തസ്സിന് നിരക്കുന്ന പ്രവൃത്തി ചെയ്യുകയും ചെയ്തു. പരിണതപ്രജ്ഞനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലൊരു നേതാവിനോട് സ്പീക്കർ കസേരയിൽ ഇരിക്കുമ്പോൾ മുട്ടാൻ എഴുന്നേറ്റ പിണറായി വിജയൻ്റെ കനത്ത പരാജയമാണ് ഇന്നലെ നിയമസഭയിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇത് കഷ്ടകാലമാണ്. അതിനാൽ തന്നെ തുടർച്ചയായ തിരിച്ചടികളാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇന്നലെ കേരള നിയമസഭയിൽ നടന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മിന്നൽ പ്രകടനത്തിൻ്റെയും പിണറായി വിജയനെ ഇളിഭ്യനാക്കുന്നതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ലിമിറ്റിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, എനിക്കറിയാം. അത് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് തുടങ്ങിയത് കൊണ്ട് നമ്മളൊരു ചെറിയ സാവകാശം കൊടുത്താണ്. ഞാൻ ആദ്യതയെ പറഞ്ഞു, പ്രവീണിന്റെ വാക്കൗട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അത് നിർവഹിക്കാം. വാക്കൗട്ട് പ്രസംഗം നടത്തിക്കോളൂ. അദ്ദേഹത്തെ അനുവദിക്കതിന് പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെൻ്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമ്മളത് പറഞ്ഞു, തീർന്നു, പ്രശ്നം തീർന്നു. പ്രവീണിനെ നമ്മൾ വാക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങ് കഴിയുന്നത്ര ലിമിറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഉപകാരം.